കോഴിക്കോട് വ്ലോഗ് പാർട്ട് 3. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഓരോരോ ഫുഡ് ഐറ്റംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യില്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ബീച്ചിലേക്ക് അങ്ങ് ഇറങ്ങി. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. കാര്യം എൻ്റെ കൂടെ ഒരു കുന്ന ആൾക്കാർ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇറങ്ങാൻ പേടിയാണ്. പക്ഷേ കുക്കും ചാച്ചും അങ്ങനെയല്ല. അവർ രണ്ടുപേരും ഇറങ്ങി. അവർ രണ്ടുപേരും നോക്കിക്കൊണ്ട് ഞാൻ കരയിലിരുന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എന്നെ പോലെ. പിന്നെ ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം നേരെ നമ്മൾ ഐസ്ക്രീം ട്രൈ ഔട്ട് ചെയ്യാൻ പോയി. വേറെ ഒരു ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിച്ചില്ല. ഓൾറെഡി നമ്മൾ ഓരോന്ന് കഴിച്ചതുകൊണ്ട് നമ്മുടെ 3 പേരുടെ വയറ് ഫുള്ളായിരുന്നു. സോ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയി. റൂമിൽ ചെന്നു കിടന്നുറങ്ങി. മോർണിംഗ് കുക്ക് ബീച്ചിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വെളുപ്പിന് എണീറ്റ് ഞാനും ചാച്ചും കിടന്നുറങ്ങി. അപ്പോൾ അവൾ ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് 11 മണിയായപ്പോൾ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. ചെക്കൗട്ട് ചെയ്തിട്ട് ചാച്ചുവിന് തലേ ദിവസം ബീച്ചിൽ കളിച്ച് മതിയായിട്ടില്ല, പിന്നെയും പോകണം എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിയില്ല. ഞാനൊരു കൊടയായിട്ട് അവിടെ ഇങ്ങനെ നടന്നു. ഇവർ പോയ നേരത്ത് ഞാനിങ്ങനെ അവിടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് ഉപ്പിലിട്ട നെല്ലിക്കയൊക്കെ വാങ്ങിച്ച് അവിടെ ഒരു സ്ഥലത്തൊക്കെ ഒരു കംഫർട്ടായിട്ട് സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് നെല്ലിക്കയൊക്കെ കഴിച്ച് ഞാൻ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിരുന്നു. ആ ഒരു ടൈം ആയപ്പോഴേക്കും അവരെത്തി. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു ഐസ്ക്രീമും കൂടി വാങ്ങിച്ച് കഴിച്ചിട്ട് അവിടുത്തെ ഒരു അങ്കിളിനോട് ചോദിച്ചു, ഞങ്ങൾ പോകുന്ന വഴി ഒരു നല്ല സ്ഥലം പറഞ്ഞു തരുമോയെന്ന്. അപ്പോൾ പറഞ്ഞു മലപ്പുറം കൂടി പോവുകയാണെങ്കിൽ മിനിയൂട്ടി എന്നുള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ മിനിയൂട്ടി പോവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ മിനിയൂട്ടി വച്ച് പിടിച്ചു. കറക്റ്റ് ഉച്ചയായപ്പോഴേക്കും നമ്മളവിടെ എത്തി. പക്ഷെ ഞങ്ങൾ കാണിച്ചൊരു മണ്ടത്തരമുണ്ട്. ഞങ്ങൾ ലഞ്ച് കഴിച്ചില്ല. എന്തേലും ആയിക്കോട്ടെ, നേരെ അവിടെ എത്തി. നല്ല പ്ലേസാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത ക്ലൈമറ്റ് അല്ല. മിനിയൂട്ടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര തണുത്ത സ്ഥലം എന്നൊക്കെ വിചാരിച്ചു. നമ്മുടെ നോർമൽ ക്ലൈമറ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു മഴക്കാലമൊക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും തോന്നുന്നുണ്ട്. നമ്മൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജ് കയറി. ചാച്ചു കയറിയില്ല. ഞാനും കുക്കും മാത്രമാണ് കയറിയത്. കുക്കുവിന് അത്യാവശ്യം നല്ല പേടിയുണ്ട്. പക്ഷേ കുക്കു അത് പുറത്ത് കാണിക്കില്ല കേട്ടോ. കുക്കു നല്ലപോലെ ചിരിച്ചൊക്കെ നിൽക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ട ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് റൈഡിൽ കയറി. ഈ ഒരു റൈഡിൽ ഞാൻ വിചാരിച്ചത് മറ്റേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിരിക്കും എന്ന് വിചാരിച്ച് തല കറങ്ങുമെന്ന് മേടിച്ച് ഞാൻ കയറിയില്ല. ഇത് ഇത്രയും സ്ലോ മോഷൻ കളിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഓടി കയറിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഐറ്റമാണ്, ഫിഷ് സ്പാ. ഞങ്ങൾ 3 പേരും കൂടി കാലിട്ടെങ്കിലും ചാച്ചു ആദ്യം തന്നെ ഔട്ടായി. അവൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും ഇട്ടെങ്കിലും ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. മീൻ വെറുതെ ഇക്കിലിട്ട് കൊന്ന് ഞങ്ങൾ. പക്ഷെ പിന്നെ അങ്ങോട്ട് ഓക്കെ ആയി. ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനം പറയുന്ന ഗ്യാപ്പിൽ ചാച്ചു നേരെ ഊഞ്ഞാല കാടാൻ പോയി. പിന്നെ നമ്മളവിടെ ഒരുപാട് പ്ലേസ് എക്സ്പ്ലോർ ചെയ്തിട്ടോ. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.